ഹായ്, നമുക്ക് അപ്പത്തിനും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ ഈ ഗ്രീൻ പീസ് കറി തയ്യാറാക്കാൻ വേണ്ടത് കുതിർത്ത ഗ്രീൻ പീസ്, 3 തക്കാളി അരിഞ്ഞത്, കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കിയത്, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, 2 സവാള അരിഞ്ഞത്. ഇത്രയും മാറ്റി വെച്ചിട്ട് കുക്കർ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടുമ്പോൾ അല്പം പട്ട, ബിരിയാണി ഇലയും അല്പം ഇട്ടിട്ട് മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വരട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് സവാള അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കളർ മാറി വരുമ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി വൃത്തിയാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതും കൂടെ ഇട്ട് കൊടുത്ത് അതും ഒന്ന് ഒരു 2 മിനിറ്റോളം വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ തക്കാളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി അരിഞ്ഞതും അതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായിട്ട് വഴന്നെന്ന് തോന്നുന്ന സമയത്തേക്ക് ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യം ഈ പരുവാകുമ്പോൾ മസാലയും മഞ്ഞൾപ്പൊടിയും, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉലുവാപ്പൊടി